വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ലാബ് ടെസ്റ്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന പരിശോധനകൾ, ഓരോ പരിശോധനകൾക്കും പ്രത്യേക ഇളവുകൾ. ഇത് മാക്സ് കെയറിലെ മാത്രം പ്രത്യേകതകൾ. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച് ഉത്തരവ് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് 2 ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് മെമ്മോ നൽകിയിട്ടുണ്ട്. വിപ്ലവഗാനം ആലപിച്ചതിൽ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ജാഗ്രത കുറവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ച് 10-നായിരുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഗായകൻ അലോഷി ആലപിച്ച സംഗീത പരിപാടിയിൽ CPMന്റെ വിപ്ലവഗാനങ്ങൾ പാടിയത്. പിന്നാലെ ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയായതോടെ ഗായകൻ അലോഷിയെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. CPM DYFI കൊടികളുടെയും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു വിപ്ലവഗാനങ്ങൾ ആലപിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു വിമർശനം. അതേസമയം പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്നായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.